ലിറ്റിൽ തോട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നടത്തിയത് എന്താണ് മിൽക്കി വേ ഗാലക്സി, എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രധാന 5 വസ്തുതകളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ തുടർച്ചയായ ഭാഗമാണ്. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം 7 വസ്തുതകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മിൽക്കി വേ ഗാലക്സിക്കുള്ളിൽ 10,000 കോടിക്കും 40,000 കോടിക്കും ഇടയിൽ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു കൃത്യമായ കണക്കല്ല. ഇതിന് കാരണം നമ്മൾ ഗാലക്സിയുടെ ഉള്ളിലായതുകൊണ്ടും നമ്മുടെ അടുത്തുള്ള നക്ഷത്രങ്ങളുടെയും പൊടിപടലുകളുടെയും തടസ്സമുള്ളതുകൊണ്ടും ഇതിന്റെ നേർക്കാഴ്ച അസാധ്യമാണെന്നുള്ളതാണ്. നമ്മുടെ ഗാലക്സിക്കുള്ളിലേക്ക് നമുക്ക് മാക്സിമം 4000 പ്രകാശ വർഷങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുക. അതിനപ്പുറത്തേക്ക് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചാണ് തിരിച്ചറിയുന്നത്. ഇവ വളരെ ദൂരെ നിന്ന് നമുക്കടുത്തെത്തും. ഇവയെ വലിയ റേഡിയോ ടെലസ്കോപ്പുകൾ ഉപയോഗിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗാലക്സിയുടെ മാസ് വളരെ വലിയൊരു സംഖ്യയായിരിക്കും അല്ലേ? ഇത് കണ്ടുപിടിക്കാൻ അതിന്റെ ഏറ്റവും പുറമെയുള്ള നക്ഷത്രങ്ങളുടെ ഓർബിറ്റൽ വെലോസിറ്റി അഥവാ പരിക്രമണ വേഗം നോക്കിയാൽ മതി. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ ആകെ മാസ് 1,29,000 കോടി സോളാർ മാസാണ്. ഇതിൽ 85% അഥവാ 1,10,000 കോടി സോളാർ മാസം ഡാർക്ക് മാറ്റർ ആണ്. ബാക്കി വരുന്ന 15% അഥവാ 19,000 കോടി സോളാർ മാസ് മാത്രമാണ് വിസിബിൾ മാറ്റർ ആയിട്ടുള്ളത്. നമ്മുടെ ഗാലക്സിയിൽ ഭൂരിഭാഗം നക്ഷത്രങ്ങൾക്കും സൂര്യനേക്കാൾ ഭാരം കുറവാണ്. നമ്മുടെ ഗാലക്സിയുടെ ഏറ്റവും മധ്യത്തായി കാണപ്പെടുന്ന ഒരു ബ്ലാക്ക് ഹോൾ ആണ് സജിറ്റേറിയസ് എ സ്റ്റാർ. ഗാലക്സിയുടെ ഏറ്റവും വീതി കൂടിയതും പ്രകാശമാനമായതുമായ ഭാഗത്താണ് ഈ ബ്ലാക്ക് ഹോൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്ലാക്ക് ഹോൾ നമ്മുടെ ഇത്ര അടുത്തായിട്ടും പക്ഷെ നമുക്കിതിനെ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് നക്ഷത്രങ്ങളുടെയും പൊടിപടലങ്ങളുടെയും പിന്നിലായിട്ടാണ് ഈ ബ്ലാക്ക് ഹോൾ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ വളരെ ശക്തിയേറിയ റേഡിയോ സിഗ്നൽ പുറത്തുവിടുന്ന ഒരു കോമ്പാക്ട് റേഡിയോ സോഴ്സ് ഉണ്ടെന്ന് മുൻപ് തന്നെ കണ്ടെത്തിയിരുന്നു. ഇതൊരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ ആണെന്ന് ആൻഡ്രിയ ഗസ്, റിനാർഡ് ഗെൻസൽ എന്നീ 2 ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചു. ഇതിന് ഇവർക്ക് 2020 നോബൽ സമ്മാനം ലഭിച്ചു. നമ്മുടെ ഗാലക്സിയും അതിനോട് ചേർന്നുള്ള സാറ്റലൈറ്റ് ഗാലക്സികളും അതുപോലെ തന്നെ അടുത്ത ഗാലക്സിയായ ആൻഡ്രോമഡ ഗാലക്സികളും അതിൻ്റെ സാറ്റലൈറ്റ് ഗാലക്സികളും പിന്നെ ട്രയാങ്കുലർ ഗാലക്സി എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ഗാലക്സികളും എല്ലാം കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ ഗ്രൂപ്പ്. ഈ ലോക്കൽ ഗ്രൂപ്പ് വിർഗോ സൂപ്പർ ഗാലക്സി ഗ്രൂപ്പ് എന്ന ഒരു വലിയ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. നമ്മുടെ ഗാലക്സിയുടെ നടുവിൽ നിന്നും 28,000 പ്രകാശ വർഷങ്ങൾ മാറി ഒറിയോൺ ആം എന്ന സ്പൈറൽ ആമിനകത്താണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ 230 km/s എന്ന വേഗത്തിൽ നമ്മുടെ ഗാലക്സിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേഗത്തിൽ ഗാലക്സിനെ വലം വയ്ക്കുകയാണെങ്കിൽ 23 കോടി വർഷങ്ങളെടുക്കും സൂര്യൻ ഒരു തവണ ഗാലക്സിനെ വലം വയ്ക്കാൻ. ഇതിനെ ഒരു ഗാലക്റ്റിക് ഇയർ എന്നാണ് പറയുന്നത്. സൂര്യനും ഗാലക്സിയും ഉണ്ടായതിനു ശേഷം സൂര്യൻ 20 തവണ മാത്രമാണ് നമ്മുടെ ഗാലക്സിനെ വലം വെച്ചിട്ടുള്ളത്. ഇതൊരു സ്പൈറൽ ബാർഡ് ഗാലക്സിയാണ്. ബാർഡ് എന്ന് വെച്ചാൽ ഗാലക്സിയുടെ മധ്യഭാഗം നോക്കിയാൽ ഒരു ദണ്ഡ് രൂപത്തിലാണ് കാണപ്പെടുക. ഇതിൽ നിന്ന് വരുന്ന പ്രകാശമാണ് നമുക്ക് ദൃശ്യമാവുക. ഈ ദണ്ഡിന് പുറമെ സ്പൈറൽ രൂപത്തിലുള്ള കൈകളുണ്ട്. ഇതിനെ സ്പൈറൽ ആംസ് എന്നാണ് പറയുന്നത്. ഇതൊരു ഡിസ്ക് പോലെ പരന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഇതിന് ചുറ്റും നക്ഷത്രങ്ങളും പൊടിപടലങ്ങളും എല്ലാം കൂടിച്ചേർന്ന് ഒരു പരന്ന ഗോളാകൃതിയിലുള്ള ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതിനകത്തുള്ള കൊച്ചു കൊച്ചു നക്ഷത്രങ്ങളെല്ലാം ഗ്ലോബുലാർ ക്ലസ്റ്റർ എന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഗാലക്സിയുടെ കറക്കത്തിനനുസരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറങ്ങുന്നത്. നമ്മുടെ ഗാലക്സിയുടെ അടുത്തും വളരെ വലുതുമായ ഒരു ഗാലക്സിയാണ് ആൻഡ്രോമഡ ഗാലക്സി. ഇത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിക്ക് നേരെ 110 km/s എന്ന വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 400 കോടി വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഇത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുമായി കൂട്ടിയിടിക്കും. അങ്ങനെ വരുമ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് ഒരു എലിപ്റ്റിക്കൽ ഗാലക്സിയായി മാറും. ഇപ്പോൾ ആൻഡ്രോമഡ ഗാലക്സി, മിൽക്കി വേ ഗാലക്സി സ്പൈറലാണ്.
അതോ ഇത് രണ്ടും കൂടി ചേർന്നൊരു വലിയ എലിപ്റ്റിക്കൽ ഗാലക്സിയായി മാറാനാണ് പോകുന്നത്. അതോടൊപ്പം ഈ രണ്ട് ഗാലക്സികളിലുമുള്ള ബ്ലാക്ക് ഹോളുകൾ കൂടി മെർജ് ചെയ്യപ്പെടും. ഇതുമൂലം എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. മിൽക്കി വേ ഗാലക്സിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന വസ്തുതകളാണ് കഴിഞ്ഞ വീഡിയോയിലൂടെയും ഈ വീഡിയോയിലൂടെയും നമ്മൾ നോക്കിയത്. ഇതോടുകൂടി നിങ്ങൾക്ക് മിൽക്കി വേ ഗാലക്സിയുമായി ബന്ധപ്പെട്ട് ഒരു അടിസ്ഥാന വിവരം നൽകാൻ സാധിച്ചെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.